കയ്പമംഗലത്ത് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. കയ്പമംഗലം 12-ലാണ് ഒരാഴ്ചയായി കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ 500 നായ്ക്കൾക്കാണ് കുത്തിവയ്പ് നടത്തുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കയ്പമംഗലത്ത് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. ഒരാഴ്ചയായി ഈ സ്ഥിതി തുടരുകയാണ്. കയ്പമംഗലം 12-ലാണ് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നത്. ദേശീയപാതയ്ക്കായി കാളമുറിയിൽ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ പാലത്തിലേക്കുള്ള പ്രവേശന പാത നിർമ്മിക്കുന്നതിനിടെ ഒരാഴ്ച മുൻപാണ് പൈപ്പ് പൊട്ടിയത്. കയ്പമംഗലം പഞ്ചായത്ത് പരിധിയിലേക്കുള്ള കുടിവെള്ള വിതരണത്തിനുള്ള പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും NH നിർമ്മാണ കമ്പനിയോ കുടിവെള്ള വിതരണത്തിന്റെ ചുമതലയുള്ള വാട്ടർ അതോറിറ്റിയോ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. പ്രധാന പൈപ്പായതിനാൽ വൻതോതിലാണ് കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. നിർദ്ദിഷ്ട ദേശീയപാതയിലെ കാന നിർമ്മാണത്തിന് വേണ്ടി കുഴിച്ച 400 മീറ്ററോളം വരുന്ന കാനയിൽ കുടിവെള്ളം നിറഞ്ഞ കനാലായ അവസ്ഥയാണ്. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ വെറ്ററിനറി പോളിക്ലിനിക്കുമായി ചേർന്ന് എല്ലാ വാർഡുകളിലുമായി ആദ്യഘട്ടത്തിൽ 500 നായ്ക്കൾക്കാണ് ഇപ്പോൾ കുത്തിവയ്പ് നടത്തുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ കുത്തിവയ്പ് നടത്തും. നായ്ക്കളെ പിടികൂടുന്നതിന് പ്രത്യേകം പരിശീലനം നേടിയവരും വെറ്ററിനറി വകുപ്പിലെ വിദഗ്ധരും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരത്തിലും പൊതുസ്ഥലങ്ങളിലും വാർഡുകളിലെ പ്രത്യേക സ്ഥലങ്ങളിലും നായ്ക്കൾ കൂട്ടം കൂടുന്ന സ്പോട്ടുകളിൽ ചെന്നാണ് നായ്ക്കളെ പിടികൂടുന്നത്. കുത്തിവയ്പ്പിന് ശേഷം നായ്ക്കളെ തിരിച്ചറിയുന്നതിന് ഓരോന്നിനെയും സ്പ്രേ ചെയ്ത് അടയാളപ്പെടുത്തും. വീടുകളിലെ വളർത്തുനായ്ക്കൾക്ക് നിർബന്ധമായി ലൈസൻസ് എടുക്കണമെന്നും നഗരസഭ തീരുമാനിച്ചു. വളർത്തുനായ്ക്കളെ പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് നടത്തിയാൽ മാത്രമേ ലൈസൻസ് നഗരസഭയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇക്കാര്യം കർശനമായി നടപ്പാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുമതിലിനകത്തുള്ള നായ്ക്കളെ പിടികൂടി കുത്തിവെച്ച പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ചെയർപേഴ്സൺ TK ഗീത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, മുൻ ചെയർമാൻ KR ജയത്രൻ, EJ ഹിമേഷ്, വെറ്ററിനറി സർജൻമാരായ ഡോക്ടർ ഗിരീഷ്, ഡോക്ടർ ഇന്ദു S നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തീരദേശ ഹൈവേ എറിയാട് പഞ്ചായത്തിലെ തീരദേശത്തേക്ക് മാറ്റുന്നതുവരെ ശക്തമായ സമരം തുടരുമെന്ന് തീരദേശ അവകാശ സർവകക്ഷി യോഗം. തീരദേശത്തുകൂടി ഹൈവേ വന്നാൽ തീരദേശ വികസനം മാത്രമല്ല, തീരദേശ സുരക്ഷിതത്വം കൂടിയാണ്. മുനയ്ക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കുമെന്നും യോഗം അറിയിച്ചു. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തീരദേശത്തു കൂടി നടപ്പിലാക്കുന്ന തീരദേശ ഹൈവേ പാത എറിയാട് പഞ്ചായത്തിൽ അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെ 4.5 കിലോമീറ്റർ നീളത്തിൽ ടിപ്പു സുൽത്താൻ റോഡിലേക്ക് അലൈൻമെന്റ് മാറ്റിയതിലൂടെ എറിയാട് പഞ്ചായത്തിനുണ്ടാകുന്ന നഷ്ടം ഭീമമാണ്. ഈ അലൈൻമെന്റ് വിഷയത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ നടന്നുവരുന്ന തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണ 1 വർഷത്തിനോടടുക്കുകയാണ്. ഈ സമരം ആരംഭിച്ചതുമൂലം ഒട്ടനവധി കാര്യങ്ങളിൽ സർക്കാരിന് പുനരാലോചിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും സമരവുമായി മുന്നോട്ടു പോകുവാനുള്ള കാരണം തീരദേശ ഹൈവേ തീരദേശ നിവാസികളുടെ അവകാശമാണ്. തീരദേശത്തുകൂടി ഈ ഹൈവേ വന്നാൽ തീരദേശ വികസനം മാത്രമല്ല, തീരദേശ സുരക്ഷിതത്വം കൂടിയാണ്. കൂടാതെ എറിയാട് പഞ്ചായത്തിന്റെ വികസന മേഖലയെ സംരക്ഷിക്കുവാനും കഴിയും. ഇത് സംബന്ധിച്ച് വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സമരസമിതി കയ്പമംഗലം MLAക്ക് തുടക്കം മുതൽ കൈമാറിയിട്ടുള്ളതാണ്. എന്നാൽ ആയത് പരിഗണിക്കാത്തതിനെ ശക്തമായ പ്രതിഷേധം സർവകക്ഷിയോഗം രേഖപ്പെടുത്തി. ഇപ്പോൾ ജനങ്ങളെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ച് 18.3 മീറ്ററിൽ 2 ഭാഗത്തും സൈക്കിൾ ട്രാക്കും മറ്റ് സൗകര്യങ്ങളോടെയും നിർമ്മിക്കേണ്ട പാത 15.3 മീറ്ററിൽ റോഡ് ചുരുക്കി ഒരു സൈഡ് മാത്രം സൈക്കിൾ ട്രാക്ക് നിർമ്മിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്നതാണ്. ഇതിനെതിരെ ശക്തമായ തുടർ പ്രക്ഷോഭം നടത്തുവാനും അതിനായി വിപുലമായ സംരക്ഷണ സമിതി സർവകക്ഷിയോഗം തീരുമാനിച്ചു. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം തുടരുന്നതോടൊപ്പം തീരദേശവാസികളെ മുഴുവൻ ഉൾപ്പെടുത്തി മുനയ്ക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കും.
എറിയാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രസിഡന്റ് എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസാബിൽ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്തെ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ രണ്ടാഴ്ചയിൽ പിടിയിലായത് 4228 പേർ. 4081 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്നാണ്. രണ്ടാമത് തൃശൂർ. ലഹരിക്കെതിരായ ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ സംസ്ഥാനത്ത് രണ്ടാഴ്ചക്കിടെ പിടികൂടിയത് 4228 പേരെ. കഴിഞ്ഞ മാസം 22 മുതൽ ഈ മാസം 8 വരെ നടത്തിയ പരിശോധനയിൽ 4081 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അതിക്രമങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കർശന പരിശോധനകളിലേക്ക് പോലീസ് കടന്നത്. ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത 4228 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷന്റെ ഭാഗമായി 1.434 കിലോഗ്രാം MDMA-യും 185.229 കിലോഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നിരോധിത മയക്കുമരുന്ന് വിൽപ്പന സംശയിച്ച് 33,838 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്നാണ്. രണ്ടാമത് തൃശൂർ. ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള NDPS കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ പരീക്ഷ ജയിച്ച് കഴകം തസ്തികയിൽ നിയമിതനായ പിന്നാക്ക സമുദായക്കാരനെ തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ സംഭവത്തിലാണ് കമ്മീഷൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ട്വന്റി പാർട്ടിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്തിലെ ക്ഷീര കർഷകരുടെ സംഗമം നടത്തി. 2020 പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് അധ്യക്ഷനായിരുന്നു. അനിമൽ ഫീഡ് ഡിവിഷൻ ജനറൽ മാനേജർ KM ജോൺ ക്ലാസ് നയിച്ചു. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം ബെന്നി ജോസഫ്, ഹരിശങ്കർ പൂലാനി, സേവ്യർ പള്ളിപ്പാടൻ, ലിസി ഡേവിസ്, സണ്ണി പള്ളിപ്പാട്, പോൾസൺ എടാട്ടുകാരൻ, ജോയ് ചേരിയക്കര, ജോസ് അക്കരപ്പറ്റി എന്നിവർ പ്രസംഗിച്ചു. സെമിനാറിൽ പങ്കെടുത്ത ക്ഷീര കർഷകർക്ക് 5 കിലോ കാലിത്തീറ്റ സൗജന്യമായി നൽകി. പുത്തൻചിറ ശ്രീ തൃചക്രപുരം ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കുകയാണ്. 10ാം ദിവസം ദേവപ്രതിഷ്ഠ നടന്നു. വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രിമാരായ കിടങ്ങശ്ശേരി തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട്, കിഴക്കിനിയടത്ത് മേക്കാട് നാരായണ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നവീകരണ കലശം മാർച്ച് 13-ന് സമാപിക്കും. വേനൽക്കാല ഉഷ്ണതരംഗം, സൂര്യാഘാതം എന്നിവയുടെ സാധ്യത മുൻനിർത്തി യാത്രക്കാർക്കായി തണ്ണീർ പന്തലൊരുക്കി കൊടുങ്ങല്ലൂർ നഗരസഭ. യാത്രക്കാർക്ക് സംഭാരവും കുടിവെള്ളവും വിതരണം ചെയ്യാൻ കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ ആരംഭിച്ച തണ്ണീർ പന്തൽ നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. തണ്ണീർ പന്തൽ വേനൽക്കാലം അവസാനിക്കും വരെ നിലനിർത്തും. നഗരസഭ ഓഫീസുകളിലും മറ്റും കുടിവെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഹോട്ടലുകൾ, സന്നദ്ധ രാഷ്ട്രീയ യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ പ്രദേശത്തും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്ന ക്യാമ്പയിനുകൾ ആരംഭിക്കുമെന്നും എല്ലാ ആശുപത്രികളിലും PHC, CHCകളിലും ഉൾപ്പെടെ ORS ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരീക്ഷാ ഹാളുകളിലും മറ്റും വെന്റിലേഷനും തണുത്ത കുടിവെള്ളവും ഉറപ്പാക്കുവാൻ മേധാവികൾക്ക് നിർദ്ദേശം നൽകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. CPI ചാലക്കുടി ലോക്കൽ സമ്മേളനം നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി അനിൽ കദലിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗം AK ചന്ദ്രൻ,
മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഉഷ പരമേശ്വരൻ, AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിവേക്, മണ്ഡലം കമ്മിറ്റി അംഗം ബിജി സദാനന്ദൻ, ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബീന ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണിയോടനുബന്ധിച്ച് കഴിഞ്ഞ 12 വർഷമായി സേവാഭാരതി അന്നദാന യജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ഇൻഫർമേഷൻ, ആംബുലൻസ് സൗകര്യം, കുടിവെള്ള വിതരണം, അന്നദാനം എന്നീ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂരിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ ശൃംഗപുരം വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ M. ലക്ഷ്മികുമാരി അധ്യക്ഷത വഹിച്ചു. അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. കവിയും പ്രഭാഷകനുമായ കിള്ളിക്കുരിശി മംഗലം സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. സബിത ശിവദാസ്, ഷീല, പത്മ വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു. കൊമ്പത്തുകടവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂർണ്ണ പ്രതിഷ്ഠ നവീകരണ കലശത്തിന്റെ 8ാം ദിവസം ദേവപ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി താന്നിയിൽ മറിയത്തുമണ ഹരിനാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവീകരണ കലശം മാർച്ച് 13-ന് സമാപിക്കും. പന്തല്ലൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വയോജന സംഗമം നടത്തി. ആർട്ടിസ്റ്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. VM കൊച്ചുമോൻ അധ്യക്ഷനായി. KK രാജൻ, വായനശാല പറപ്പൂക്കര പഞ്ചായത്ത് മേഖലാ സമിതി കൺവീനർ പ്രദീപ് കുമാർ, KR സുബ്രഹ്മണ്യൻ, വിദ്യാമാധവൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലത്ത് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. കയ്പമംഗലം 12-ലാണ് ഒരാഴ്ചയായി കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ 500 നായ്ക്കൾക്കാണ് കുത്തിവയ്പ് നടത്തുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.